ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഈ ട്രിക്കും ടിപ്സ് എന്താണ് ഈ വീഡിയോയുടെ പറയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല മിസ്റ്റേക്കുകളാണ്. മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ ചോദിക്കും നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിക്കും. ഇവർ പറയുന്നതിന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കയറി ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ പറയാം അതല്ല മിസ്റ്റേക്ക് ഇന്നതാണ് ഇന്ന മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും പറയുന്നത്. കാരണം മിസ്റ്റേക്കുകൾ മൊത്തം പറഞ്ഞതിന് ശേഷം ഞാൻ അവരെ ടൈം ഷീറ്റ് കയറ്റി വണ്ടി പോലും ഓടിപ്പിക്കണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പലരും വന്ന് കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കിട്ടുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അറിയാവുന്ന ആരും ഈ ഒരു വീഡിയോ കാണണമെന്നേ ഇല്ല. കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് നമുക്കൊരു അടയാളം വെച്ചാലൊന്നും നമ്മൾ ആ അടയാളത്തിലല്ല ഓടിക്കുന്നത്. അപ്പൊ ഈ അടയാളങ്ങളും കാര്യങ്ങളും എവിടെയാണ് ജഡ്ജ്മെന്റ് ചെയ്യേണ്ടതെന്നും ഇതറിയാൻ മേലാത്തവർക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങുന്നത് നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതായത് നമ്മുടെ ചുറ്റിനും നമുക്ക് അറിയാവുന്ന പരിചയത്തിലുള്ള ഒരുപാട് പേര് ഈ ലൈസൻസും പോക്കറ്റിട്ടുണ്ട് ചുമ്മാ വെറുതെ വണ്ടിയും ഇരിക്കുന്ന പലരും ഉണ്ട്. വണ്ടിയെ കയറുന്ന എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പോലും ലൈസൻസ് കിട്ടിയിട്ട് പോലും അവർക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് പരിചയത്തിലുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും സംശയമാണ്, ഈ ലെഫ്റ്റ് സൈഡ് തട്ടും. ഒരു വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നുണ്ട്, റോഡ് ചെറുതും വലുതായിട്ടാണ്, വാഹനം വലുതായിട്ടാണ്, വലിപ്പമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഏത് ഭാഗത്ത് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്? ഞാൻ ഇതിനെപ്പറ്റി പല വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വീഡിയോസ് കാണാത്തോണ്ടാകാം പലരും വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാനും കാരണം. അപ്പൊ എവിടെയാണ് കൃത്യമായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് നോക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഈ സെന്റർ ഭാഗം എന്ന് പലരും പറയാറുണ്ട്. കാരണം ഈ സെന്റർ ഭാഗത്തായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ആദ്യം നിങ്ങൾ വെച്ച് നോക്കരുത്. കാരണം പല വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതായത് ഈ ഡാഷ്ബോർഡിന്റെ പൊക്കം ഒരേ പൊക്കമല്ല ഓരോ വണ്ടിക്കും. ഇപ്പൊ ഈ വണ്ടിയുടെ പൊക്കമല്ല വേറൊരു വണ്ടിയുടെ പൊക്കമല്ല വേറൊരു വണ്ടിക്ക്. അപ്പൊ ഈ ഡാഷ്ബോർഡിന്റെ പൊക്കത്തിനനുസരിച്ച് ഇത് മാറ്റം വരാം. അപ്പൊ നിങ്ങൾ ഈ ഒരു സെന്റർ ഭാഗം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഏതാണോ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ എന്ത് ചെയ്താൽ നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഒരു അതായത് ഡാഷ്ബോർഡിന് പൊക്കമില്ലാത്ത ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് കിട്ടിയേക്കാം. അതേസമയത്ത് ഈ പൊക്കം കൂടി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ വ്യൂ ഇങ്ങോട്ട് നമ്മുടെ ഈ ഡ്രൈവിംഗ് സീറ്റിന്റെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് സ്റ്റിയറിംഗിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറി വരും. അപ്പൊ പൊക്കം കുറയുന്നതിനനുസരിച്ച് അങ്ങോട്ട് മാറിയും പോകും. അപ്പൊ നമ്മൾക്ക് ഓരോ വണ്ടിയുടെയും ഡാഷ്ബോർഡിന്റെ പൊക്കം ഒരേ പൊക്കമല്ല എല്ലാ വണ്ടിക്കും. പൊക്കം കൂടിയതും കുറഞ്ഞതും ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ ഓരോരുത്തരുടെ ലെവലുകൾ, അതായത് ഇരിക്കുന്ന സീറ്റിന്റെ ലെവലുകളിൽ ഇരിക്കുമ്പോൾ അവരുടെ നോട്ടം, അതായത് ഈ ഇരിക്കുന്ന ലെവൽ കണ്ട, അപ്പൊ എന്റെ കണ്ണ് ഈ ഒരു ലെവലില്ല. വേറൊരാൾ ഈ സീറ്റ് ഇരിക്കുമ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ നീളം കൂടാം, ചിലപ്പോൾ നീളം കുറയാം. അപ്പോൾ ഈ ആളിന്റെ നീളത്തിന്റെ അനുസരിച്ച് വ്യത്യാസം വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വി മോഡൽ വണ്ടികള്, അതായത് വണ്ടിയുടെ സീറ്റിന്റെ, അതായത് ഈ സീറ്റിന്റെ പൊക്കം കൂട്ടുന്ന വണ്ടികൾ, കുറയ്ക്കുന്ന വണ്ടികളെല്ലാം ഉണ്ട്. അപ്പം ഈ സീറ്റിന്റെ പൊക്കം കൂടുന്നതിനനുസരിച്ചും വ്യൂ മാറി വരാം. പൊക്കം ഇത് കുറയുന്നതിനനുസരിച്ചും പൊക്കം മാറ്റം വരാം. അപ്പൊ ഈ സീറ്റിന്റെ വ്യത്യാസത്തില്, അതുപോലെ തന്നെ ആളുടെ നീളത്തിന്റെ വ്യത്യാസത്തില്, അതുപോലെ തന്നെ ഡാഷ്ബോർഡിന്റെ വ്യത്യാസത്തില് ആ ഒരു ജഡ്ജ്മെന്റ് നമുക്ക് മാറിയും തിരിഞ്ഞും വരാം. അപ്പൊ കൃത്യമായിട്ട് ഏതൊരു ഭാഗത്തേക്ക് നോക്കണമെന്ന് ഞാൻ അതിനെപ്പറ്റി നേരത്തെ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്ലെയിനായ സ്ഥലത്ത് ഒരു ഗ്രൗണ്ടുകളിലൊക്കെ ചെന്നിട്ട് നിങ്ങളൊരു അടയാളം രേഖപ്പെടുത്തുക, ഒരു വരവല്ല ഇടുക. ആ വരവല്ല ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്കർ വല്ല ഒട്ടിക്കുക. സ്റ്റിക്കർ ഒട്ടിക്കുവോ എന്തെങ്കിലും ഒരു സാധനം വെക്കുക, ഒരു അടയാളം വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈനുമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ തോക്ക് ചൂണ്ടുന്ന പോലെ ഇതണ്ട. ഇതിപ്പോ നമുക്കൊരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അടയാളം വെച്ചാൽ നിങ്ങളുടെ വാഹനം എടുത്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി നോക്കുക. അങ്ങോട്ടും മാറുന്നില്ല, ഇങ്ങോട്ടും മാറുന്നില്ല, കൃത്യമായിട്ട് തോക്ക് ചൂണ്ടുന്ന പോലെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ കൊണ്ട് നോക്കുമ്പോൾ അത് കൃത്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു അടയാളമായിരിക്കും നിങ്ങൾ എവിടെ വെച്ചാലും ആ ഒരു ഭാഗത്തായിട്ട് മാത്രം വെച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടും. അതേപോലെ നിങ്ങളെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ട് നിർത്തിയതിനു ശേഷം നിങ്ങൾ നോക്കണം സ്വല്പം അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, അതാ നിങ്ങളെ കൊണ്ട് നിർത്തുമ്പം ആ ലൈനുമായിട്ട് എത്രത്തോളം മാറ്റമുണ്ടോ ആ മാറ്റം നിങ്ങൾ മിററിൽ നോക്കുമ്പോൾ കാണാം, അല്ലെങ്കിൽ നിർത്തുമ്പോൾ കാണാം. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒന്ന് മാറ്റി നോക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, പിന്നെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും
തനിയെ വാഹനം ഓടിക്കുവാൻ പേടി. 1-2 പ്രാക്ടീസിനും പോയതാണ്. പക്ഷെ എങ്കിലും തനിയെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കാനോ ഇടുങ്ങിയ സ്ഥലത്തൂടെ പോകുന്നവരെ റിവേഴ്സ് എടുക്കാനോ ട്രാഫിക്കിൽ എടുക്കാനോ ഒക്കെ പേടിയാണ്. വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഈ ട്രിക്കും ടിപ്സ് എന്താണ് പിന്നെ ഈ വീഡിയോയുടെ പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. അപ്പം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. ഞാനത് പലപ്പോഴും ക്ലാസ്സിനായിട്ട് ചെല്ലുമ്പോഴും പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന്. അവരുടെ മിസ്റ്റേക്കിനനുസരിച്ച് പഠിപ്പിക്കാനല്ല. എന്നിട്ട് ഞാൻ അവരെ വണ്ടിയെ കയറ്റി കഴിയുമ്പോൾ അതെനിക്ക് മനസ്സിലാകും. വണ്ടി ഓടിപ്പിക്കാതെ തന്നെ ഞാൻ അവരുടെ മിസ്റ്റേക്കുകൾ പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അവരുടെ മിസ്റ്റേക്കുകൾ മൊത്തം ഞാൻ അങ്ങോട്ട് പറയും. അതിനുശേഷം ഞാൻ അവരുടെ മിസ്റ്റേക്കുകൾ മൊത്തം പറഞ്ഞതിന് ശേഷം ഞാൻ അവരെ ഡ്രൈവിംഗ് സീറ്റ് കയറ്റി വണ്ടി പോലും ഓടിപ്പിക്കുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞ മിസ്റ്റേക്കേ അല്ല എന്ന് ഞാൻ അവിടെ തെളിയിച്ച് കാണിച്ചു കൊടുക്കും. വണ്ടി ഓടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറ്റി ഇരുത്തി അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ ചോദിക്കും നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പം അവർ പറയും ഇന്ന മിസ്റ്റേക്ക് എന്ന് പറയും. ഞാൻ പറയും കയറി ഇരിക്കാൻ പറയും. കയറി ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ പറയാം അതല്ല മിസ്റ്റേക്ക്, ഇന്നതാണെങ്കിൽ ഇന്നതാണ്, ഇന്ന മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും പറയുന്നത്. കാരണം ഞാൻ ആ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്ത് ചെയ്യും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. ആ ട്രിക്കും ടിപ്സും വരുന്നത് എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോയുടെ പറയാത്തത്. പലർക്കും പല പല മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്. ഈ ട്രിക്കുകളും ടിപ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും സംശയിക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റുമോ. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, കാരണം പറയാനുള്ള കാരണം നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. പലരും പറയാറുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല, ലൈസൻസ് 2-3 പ്രാക്ടീസിന് പോയല്ലേ പ്രായം കൊണ്ടാ നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ലൈസൻസ് കയ്യിലുണ്ട്, വണ്ടി വീട്ടിലുണ്ട്, പോക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ പഠിച്ചു തന്നു പറഞ്ഞിട്ട് എന്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട. കാരണം പലരും വിളിച്ച് ചോദിക്കാണ് എന്റെ ജില്ല എഴുതുന്നു. നിങ്ങൾ കേരളത്തിന്റെ ഇങ്ങേ അറ്റമായ തിരുവനന്തപുരം വരെ ഏത് ജില്ലയാണ്, കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് വാഹനമില്ല, ലൈസൻസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ പോലത്തെ വണ്ടിയല്ല, നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ലെഫ്റ്റ് സൈഡ് ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത സാധാ വണ്ടി. ഈ വണ്ടി കൊണ്ട് നിങ്ങൾക്ക് എവിടെ വരണോ അവിടെ വന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നിടം വരെ. കാരണം ചിലർക്കൊക്കെ പുതിയ വണ്ടി ആയിരിക്കും, അപ്പൊ അതെടുക്കാൻ മടി കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്കും വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വണ്ടിയും കൊണ്ട് വന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നിടം വരെ ഞാൻ ഈ വണ്ടിയെ പ്രാക്ടീസ് വന്നിട്ട് നിങ്ങളുടെ വണ്ടിയിലും കോൺഫിഡൻസ് വന്ന് വണ്ടി ഓടിപ്പിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നതിന്റെ സ്ഥാനം, നമ്മൾ ഈ ഒരു ഭാഗത്ത് കൃത്യമായി ഒരു അടയാളം വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ ആ നീളത്തിനനുസരിച്ചും ഡാഷ്ബോർഡിന് വ്യത്യാസം അനുസരിച്ചും അതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ച് നോക്കി കൃത്യമായി അതേ അടയാളത്തിൽ തന്നെ ഓടിക്കും. പിന്നെ നിങ്ങൾ കുറേ നേരം ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്നും ആവശ്യമേ വരുത്തില്ല, നമുക്ക് ആ ഒരു വ്യൂവിന്റെ ആവശ്യമേ വരുന്നില്ല. കാരണം ഇത് പറയാനുള്ള കാരണം ഈ ടേൺ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പലർക്കും ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗം ചെന്ന് തട്ടുമെന്നും പറഞ്ഞു. കാരണം പലരും ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാണ് ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇത് അവിടെ താഴെ കുഴിയിലോട്ട് പോകുന്ന എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ മാറ്റി ആ ഭാഗം സൈഡ് ചേർത്ത് കൊണ്ടുപോകും. അപ്പൊ ഇത്രയും നമുക്ക് അകന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് അകന്നായിരിക്കും വണ്ടി. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് സ്വല്പം നമ്മുടെ സെൻട്രലോട്ടൂടെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി എങ്ങോട്ട് മാറിപ്പോവും, റൈറ്റ് സൈഡിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ ഒരു വണ്ടിയുടെ വന്നാലോ നമുക്ക് അന്നേരമാണ് പേടി കൂടുതൽ. അപ്പൊ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ആ വണ്ടി വരുന്നു, തട്ടാൻ വരുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഏത് വളവിനും നമ്മൾ ആ ഭാഗത്തും കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, വന്നാൽ മാത്രമേ ആ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി വരികയുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് ഓരോന്ന് എനിക്ക് ഇന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്ന കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാലേ ഞാനിത് നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എനിക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി, എനിക്ക് ഇതുപോലെ ഒരു വീഡിയോ ഇന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് നിങ്ങളെ കമന്റായിട്ട്, നിങ്ങൾ നാളെ ഒന്നും വിചാരിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് ഡ്രൈവിംഗ് സംബന്ധമായി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എൻ്റെ ഈ ഒരു ചാനൽ ജോ ഡ്രൈവിംഗ് എന്ന ചാനലിൽ, അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയാണെങ്കിലും, അതുപോലെ തന്നെ യൂട്യൂബ് വഴിയാണെങ്കിലും നിങ്ങൾ അതിന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്താൽ സമയം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി ഈ വീഡിയോ എന്നുള്ളതും നിങ്ങളത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.